ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2 തുടങ്ങി 4 വരെയുള്ള വാക്യം വായിച്ചു. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 2 വേഴ്സ് 2-4. ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നീ അല്ല, ധൈര്യം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2 തുടങ്ങി 4 വരെയുള്ള വാക്യം കേട്ടോ. അതന്നെ വായിച്ചു. സോറി. ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്ക. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല എന്ന് യഹോവ എന്നോട് അരുളി ചെയ്ത വചനം ഞാൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവന്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. ആമേൻ. സ്തോത്രം. ദാവീദിന്റെ മരണസമയം എടുത്തപ്പോൾ ദാവീദിന്റെ മകനായ ശലോമോനെ വിളിച്ചിട്ട് കൊടുക്കുന്ന ഉപദേശം അല്ലെങ്കിൽ കൽപ്പന എന്നൊക്കെ പറയാം നമുക്ക്. കാരണം അതിവിടെ 2-3 കാര്യങ്ങളാണ് ദാവീദ് പറയുന്നത്. ഹാലേലുയ. ആമേൻ. ഒരു ആദ്യം പറയുന്നത്, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു, നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്കാം. അല്ലപ്പം ആദ്യം പറയുന്നത്, നീ ധൈര്യം പൂണ്ട് ധൈര്യമുള്ള പുരുഷനായിരിക്കണം. ഹാലേലിയ. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുന്നു. ജോഷുവോടെ പറഞ്ഞതുപോലെ ഇവിടെ പറയാ, നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്കണം. എന്നിട്ട് നീ സകലത്തിലും കൃതാർത്ഥനാകേണ്ട നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും എൻ്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ. ഹാലേലിയ. അപ്പം നമ്മള് സകലത്തിലും എല്ലായിടത്തും അനുഗ്രഹിക്കപ്പെട്ട, എല്ലായിടത്തും സന്തോഷത്തോടെ, എല്ലായിടത്തും അനുഗ്രഹമായി ഇരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഹാലേലൂയ. അവിടെ എന്താ പറയുന്നത്, നീ സകലത്തിലും കൃതാർത്ഥനായിരിക്കേണ്ടത് നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പാകെ സത്യമായി നടന്നു. അപ്പം ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ മുമ്പാകെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനുഷ്യ കർത്താവ് പുതിയ നിയമത്തിൽ നമ്മളോട് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. അപ്പൊ ദൈവത്തെ എപ്പോഴും നമ്മൾ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടുന്നത് ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി ഒന്നുമല്ല, പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. അത് തന്നെയാണ് ഇവിടെ ദാവീദ് പറയുന്ന കാര്യം. എന്നിട്ട് ഹൃദയം സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചു. അപ്പം നടക്കുന്ന വഴി ഇമ്പോർട്ടൻ്റ് ആണ്. പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് ശക്തിയോട് നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ. ഹല്ലേലൂയ. അടുത്ത പറയുന്നത്, ഇസ്രായേലിന്റെ രാജാസ് ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകില്ലെന്ന് യഹോവ എന്നോട് അരുളി ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതും. അപ്പം ഇത് ആർക്ക്? ദാവീദിന് കൊടുത്തൊരു ഉടമ്പടി. ദൈവം ദാവീദിന് കൊടുത്തൊരു കവനന്റ് എന്ന് വേണേൽ പറയാം. ദാവീദ് അപ്പൊ അവിടെ ദാവീദോട് പറഞ്ഞ ഉടമ്പടിയാ, നിന്റെ മക്കൾ എല്ലാവരും നീ നടന്നതുപോലെ അല്ലെങ്കിൽ എൻ്റെ മുമ്പാകെ സത്യസന്ധമായി പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണാത്മാവോട് എന്നെ സേവിച്ച് നടക്കുകയാണെങ്കിൽ നിന്റെ സന്തതിയിൽ നിന്ന് എൻ്റെ സിംഹാസനം ഇരിക്കുന്ന ഒരാൾ ഇല്ലാതെ പോകത്തില്ല. ഹാലലൂയ. ദാവീദിന് ഉടമ്പടി കിട്ടി, ദാവീദിന് പ്രോമിസ് കിട്ടി, ദാവീദ് ഇതൊക്കെ മകനോട് കൈമാറിയെങ്കിലും അവര് എല്ലാവരും തെറ്റിപ്പോ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും. പക്ഷെ തെറ്റിപ്പോയെങ്കിലും ദാവീദിന് കൊടുത്ത ഒരു ഉടമ്പടി ദൈവം എന്താ പറയാ, ആ സിംഹാസനം ഇരിക്കാൻ ഒരാള് എപ്പോഴും വെച്ചിട്ടുണ്ട്. അപ്പൊ ദൈവം ഒരു പ്രോമിസ് ചെയ്ത പ്രൊഫഷലി ദൈവത്തിന്റെ ഉടമ്പടിയിൽ എല്ലാത്തിലും ദൈവം എന്തൊരു കാര്യം നമ്മളോട് പറഞ്ഞാലും നമുക്ക് എല്ലാവരും നമ്മൾ വാഗ്ദത്തം കേട്ട നമ്മുടെ തലമുറയുടെ വാഗ്ദത്തം. ഇന്നലെ ഞാൻ ആരോടോ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് നന്മ തിന്മ എന്ത് ചെയ്താലും നമ്മളിലൂടെ അതങ്ങ് തീരുമെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്യുന്ന നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ സമ്പാദിച്ചു വെക്കുന്ന ഒരു ബാങ്ക് ബാലൻസ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു അനുഗ്രഹം വേണോ, അവർ തിന്മയിലേക്ക് പോകണോ നന്മയിലേക്ക് പോകണമെന്ന് നമ്മളാ തീരുമാനിക്കുന്ന. നമ്മൾ ദൈവസന്നിധിയിൽ സത്യസന്ധമായ നീതിയോടെ ദൈവസന്നിധി എപ്പോഴും പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഒക്കെ നമ്മൾ ദൈവസന്നിധിയിലായിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും.
ശലോമോന്റെ ജീവിതകാലം മുഴുവൻ ശലോമോൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ശലോമോന്റെ സിംഹാസനം സ്ഥിരമായിരുന്നു. ശലോമോൻ എല്ലാത്തിലും അനുഗ്രഹിക്കുക, എല്ലാത്തിലും ഞാൻ ഉള്ളവനാണ്. എല്ലാം ഇരുന്നതിന്റെ കാരണം ശലോമോന്റെ കഴിവും മിടുക്കും പ്രാർത്ഥനയോ ദൈവസന്നിധിയുള്ള സത്യസന്ധതയോ അല്ല. ദാവീദ് ദൈവസന്നിധിയിൽ സത്യസന്ധമായിരുന്നതിന്റെ ദാവീദ് ദൈവസന്നിധി എങ്ങനെയായിരുന്നു, അതിന്റെ പ്രതിഫലമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും പലരും ലോകത്തിന്റെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആമി എന്താ പറയാ, പല സമ്പത്തിന്റെയും പിന്നാലെ, അതിന്റെ പിന്നാലെ, ഇതിന്റെ പിന്നാലേക്ക് ഓടുമ്പോൾ അവരെയൊക്കെ നോക്കി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ഈ ഓടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എല്ലാരും പറച്ചിലെന്താ, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണെന്നാ. പക്ഷെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ആണെങ്കിൽ, തലമുറയെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ദൈവസന്നിധിയിൽ ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ കേട്ട് അനുസരിച്ച് നടക്കുക ചെയ്യേണ്ടത്. അതാണ് തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്ന സ്ഥലത്ത് അനുഗ്രഹമായിരിക്കുന്നെങ്കിൽ, അവർ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴും അവർക്ക് ഏറ്റവും നന്നായി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവർക്ക് ദൈവം ഒരു അവസരം കൊടുക്കുക. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഞാൻ പറയാം, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. കണ്ണുനീരോടും പ്രാർത്ഥനയോടും ദൈവസ്ഥലായിരിക്കുന്ന അവരുടെ തലമുറ ഒരിക്കലും പട്ടുപോവുകയില്ല. ഹല്ലേലൂയ. അവരെ ദൈവം ഇപ്പം ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ തലമുറ നമ്മുടെ വഴിയിലല്ലല്ലോ, നമ്മൾ പറഞ്ഞത് കേൾക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ പാതയിലേക്ക് വന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഏത് തലമുറയും ദൈവം തിരിച്ചു കൊണ്ടുവരും. അത് ദൈവത്തിന്റെ വലിയ ഒരു നീതിയാണ് നമ്മുടെ മേൽ കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്ന ഒരു പുരുഷൻ നിനക്കില്ലായിരുന്നു, എന്നിട്ട് യഹോവയുടെ വചനം ഉറപ്പിക്കേണ്ട യഹോവ എന്നോട് അളിച്ചത് ഈ വചനം ഉറപ്പിക്കുകയാണ്. അടുത്തത് ദാവീദ് പറയുന്ന കാര്യം എന്താ പറയാ, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നല്ലേ, നിന്റെ ദൈവമായ യഹോവയുടെ വഴികൾ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവന് അനുസരിച്ചുകൊള്ളും. അപ്പൊ ഇതൊക്കെയാണ് കാര്യം. അതുകൊണ്ട് എന്താ വേണം, ന്യായപ്രമാണ പുസ്തകം എഴുതിയിരിക്കുന്ന പോലെ നീ അതെല്ലാം പാലിച്ചുകൊണ്ട് ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിച്ചുകൊണ്ട് അതിൽ തന്നെ നടന്നുകൊള്ളണം. അപ്പൊ ന്യായപ്രമാണ പുസ്തകം കൂടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പാലിക്കാനല്ല പറഞ്ഞത്. മോശെ പറഞ്ഞിരിക്കുന്ന പോലെ അത് കാര്യം. അപ്പം ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. അപ്പൊ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഒരു ലീഡർഷിപ്പ് സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവന് ഉറപ്പും ധൈര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ബലം എന്ന് പറഞ്ഞാൽ പട്ടാളത്തിന്റെ അല്ലെങ്കിൽ അവിടെ കൊടുത്ത അംഗസംഖ്യയുടെ ബലത്തിലല്ല, ദൈവത്തിന്റെ ശക്തി, ആത്മാവിനാൽ ശക്തി. അപ്പൊ നമ്മളോട് ദൈവം എപ്പോഴും പറയാറുണ്ട് എന്താ പറയാ, ആത്മാവിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ ബലത്താൽ. നമ്മളെപ്പോഴും നമ്മുടെ ശരീരമൊക്കെ വലുതാണ്, ആരുടെങ്കിലും മുമ്പ് ചെന്ന് ഒന്ന് നിന്ന ആൾക്കാരെ പേടിക്കുമെന്നുള്ളതല്ല. നമ്മളുടെ ആത്മാവിന്റെ ശക്തിയാലായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ജഡത്തിൽ അല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഇവിടെയും പറയുന്ന ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം എന്ന്, അല്ലെങ്കിൽ ശക്തി നല്ല പുരുഷായിരിക്കാൻ പറയുമ്പോൾ അവിടെ ധൈര്യത്തോടു കൂടി ആയിരിക്കണം. എങ്ങനെ, ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള ധൈര്യം. ദാവീദ് എല്ലായിടും ദാവീദിനെ കുറിച്ച് പറയുന്നത്, ദാവീദ് വലിയ ഭീമാകാരനെ മനുഷ്യനൊന്നും ആയിരുന്നല്ല. ശൗലിനെ കുറിച്ച് പറഞ്ഞിരുന്നത്, ശൗലി ഭയങ്കര ഹൈറ്റൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു. എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഒളിച്ചിരുന്നാലൊക്കെ കാണാൻ പറ്റും. പക്ഷേ ദാവീദിനെ കുറിച്ച് പറഞ്ഞത് അവൻ കോമള രൂപി, അവൻ നല്ല സുന്ദരനായ ചെറിയ ബാലൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ വലിയ പൊക്കമോ, അവിടെ പറഞ്ഞ ശമൂഹൽ ഇരുന്നപ്പോഴും സഹോദരന്മാരെയൊക്കെ നോക്കി ദൈവം നീ പൊക്കോ വണ്ണോ പുറമേടോ ഒന്നും നോക്കരുത്. അപ്പം നമുക്ക് മനസ്സിലാവും ദാവീദ് വലിയ പൊക്കവും വലിയ വണ്ണവും എന്നുള്ള മനുഷ്യനായിരുന്നില്ല. പക്ഷേ ചെല്ലുന്നിടത്തെല്ലാം സക്സസ്ഫുൾ ആയതിന്റെ കാരണം ദൈവത്തെ കൂട്ടുപിടിച്ച ദൈവമാണ്. ദാവീദ് എപ്പോഴും പറയുന്നല്ലേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് പാഞ്ഞില്ല, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലെല്ലാം ദൈവത്തിന് മഹത്വം കൊടുത്തു, ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അതുപോലെ ചെയ്തത് കൊണ്ടാണ് ഹല്ലേലൂയ ദാവീദിനെ നമ്മൾ ദൈവം. അപ്പൊ അവിടെ അടുത്തത് നമുക്ക് പറയാം, എല്ലായിടത്തും സമൃദ്ധിയായിട്ടൊക്കെ നടക്കണമെങ്കിൽ എല്ലായിടത്തും ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ മാത്രം മതി എന്നുള്ളതാണ് അടുത്ത. മൂന്നാമത് പറയുന്നത് ദാവീദിന് കൊടുത്തൊരു കവനത്തെ കുറിച്ച് ദാവീദ് ക്ഷണം കൊണ്ട് പറഞ്ഞു കേൾപ്പി. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകം എഴുതിയിരിക്കുന്നതൊക്കെ നീ പാലിച്ച് നടക്കണം. അപ്പൊ അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാ പോകുന്നത്. ദാവീദ് മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ കൊടുക്കേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ താഴോട്ട് വായിക്കുകയാണെങ്കിൽ ഒന്ന് 5 തുടങ്ങി 9 വരെ വായിക്കേണ്ട സിസ്റ്റർ. വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് ഒരു എന്താ പറയാ, ഒരു അനുസരണം, എങ്ങനെ പറയാ,
നീതിയോടുള്ള ഒരു അനുസരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അല്ല, അവിടെ പറയുന്ന കാര്യങ്ങൾ ആമേ ഒരാളുടെ കാര്യം പറയുന്ന ഇതിൽ പറയുന്ന ആമേ അതിൽ 13-25 വരെയാണ് നമ്മൾ ആമേ പ്രതികാരത്തെക്കാൾ ജ്ഞാനത്തെ ഉപയോഗിക്കണം. ഹാലൽ എന്തെങ്കിലും കാര്യം നമ്മൾ ആരോടെങ്കിലും പ്രതികാരം ചെയ്യുമ്പോൾ അതിനെക്കാട്ടി ദൈവം തന്നിരിക്കുന്ന നമുക്കൊരു വിസ്റ്റമുണ്ട്, അതിനെ ഉപയോഗിക്കണമെന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ആമേ 2-4 വരെ നമുക്ക് ദൈവം ആ ഒരു 2-4 നമ്മൾ വായിച്ചെടുത്ത് നമ്മൾ വായിക്കണം. നമുക്ക് മനസ്സിലൊരു ദീർഘമായ കർത്താവ് ഒരു പ്രോമിസ് ഹാലെ എന്നുവെച്ചാൽ ഒരിക്കലും മാറിപ്പോകാത്ത നിലനിൽക്കുന്ന ഹാല ഒരു പ്രോമിസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹാല ഇതെല്ലാം പറഞ്ഞിട്ടാണ് ദാവീദ് ഹാല ഇതെല്ലാം ഏൽപ്പിച്ചിട്ടാണ് ശലോമോനോട് പറഞ്ഞിട്ട് മരിക്കുന്നത്. പക്ഷെ ശലോമോൻ ഇതൊക്കെ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന മറുപടി. ഹാല ഇതെല്ലാം പറഞ്ഞിട്ടും ഇതൊക്കെ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന മറുപടി. കാരണം വെച്ചാൽ ദാവീദൊക്കെ അവിടെ പറഞ്ഞു കൊടുത്തു. അതിലൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഹാലയില്ല ശലോമോൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഡ്യൂട്രോണമി 17-ാം അധ്യായത്തിന് 14-20 വരുന്നു വായിക്കാം സിസ്റ്റർ. ആവർത്തന പുസ്തകം ഇത് ആവർത്തനം 17-ന്റെ 17, 14 തുടങ്ങി 20 വരെ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപാർത്ത ശേഷം എന്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാൻ ഒരു രാജാവിനെ എന്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേലാക്കണം. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കണം. നിന്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിന്റെ മേൽ ആക്കിക്കൂടാ. എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്. അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെയും അവൻ എടുക്കരുത്. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത്. അവൻ തന്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ചു നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവന്റെ കൈവശം ഇരിക്കുകയും അവന്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചുയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. ആമേൻ, സ്തോത്ര. ഇവിടെ 16-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് 16-ാം വാക്യം അവന് കുതിര അനവധി ഉണ്ടാകരുത്. ശലോമോൻ എത്ര കുതിരകളെ സമ്പാദിച്ച് എഴുതിയിട്ടുണ്ട്. ഹാലേലിയ. ഇവിടെ പറയുന്ന കാര്യം അവന് കുതിര അനവധി ഉണ്ടാകില്ല. അടുത്ത പറയുന്നത് ഹാലേലിയ എന്താ പറയാ, അധികം കുതിര സമ്പാദിക്കൽ ജനം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോൻ അവൻ ഇടവരുത്തരുത്. അപ്പൊ കുതിരകളെ ഏറ്റവും ഇവിടെ ഈ ശലോമോൻ കൊണ്ടുവന്ന് വെച്ച് മിസ്രൈമിൽ നിന്നുള്ള നല്ല തരം കുതിരകളെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നത്. ഹാലേലിയ. പക്ഷേ കുതിരകൾ അനേകം ഉണ്ടാകില്ല, മിസ്രൈമിലേക്ക് പോകരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചു. എന്നിട്ട് മിസ്രൈമില് ഫറവോന്റെ മകളെയാണ് ഭാര്യയായിട്ട് എടുത്തത്. ഹാലേലിയ. അതും ആലോചിക്കണം. എന്താ പറയാ, കുതിരയൊക്കെ കിട്ടാൻ വേണ്ടി നല്ല കാര്യങ്ങളെ കിട്ടാൻ വേണ്ടി ഫറവോന്റെ മോളെ അപ്പൊ അവിടെ മിസ്രൈമിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കില്ല, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞെടുത്താണ്. ഹാലേലിയ. കുതിരകളെ സമ്പാദിക്കുന്ന പറഞ്ഞാൽ അനേക കുതിരകളെ സമ്പാദിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ ഹൃദയം മറിഞ്ഞു പോയ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. അപ്പൊ ശലോമോൻ എത്ര ഭാര്യമാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലേലിയ നമുക്കറിയാം എത്ര അനേക ഭാര്യമാരുണ്ടായിരുന്നു. ശലോമോൻ കൊണ്ട് പറയുന്ന അവരിലേക്ക് മറിഞ്ഞു പോയ അനേക ഭാര്യമാരെ എടുക്കരുത്. രാജാവിനോട് കൊടുക്കുന്ന ഉപദേശം, രാജാവായിരിക്കുന്ന മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്ത പറഞ്ഞത് വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കരുത്. ശലോമോന്റെ കാലത്താണ് വെള്ളിയും പൊന്നും ഒക്കെ കുന്നുകൂട്ടി വെച്ചിരുന്നത് പോലെ അതുപോലെ സമ്പാദിച്ചു കൂട്ടി. അത് സമ്പാദിക്കരുത്. ഹാലേലൂയ. ആമേൻ. അവൻ തന്റെ രാജാസനത്തിരികൾ ലേവ്യരെ പുരോഹിതൻ പക്കൽ നീ ന്യായപ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് പുസ്തകത്തിൽ എഴുതി എടുക്കണം. ഹാലേലൂയ. എന്നിട്ട് ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ട അത് അവന്റെ കൈവശം ഇരിക്കുകയും അവന്റെ ഹൃദയം സഹോദരന്മാർക്കും ഇത് അഹങ്കരിക്കാതിരിക്കുകയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതിരിക്കുക. അവനും അവന്റെ പുത്രന്മാർ ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘായ രാജ്യഭാരം ചെയ്യേണ്ടതുമായി അവൻ തന്റെ ആയുഷ്കാലമൊക്കെ അത് വായിക്കുകയും വേണം. ഹാലേലി. അപ്പം ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ
ഹാലിലെ തിരിഞ്ഞു ആമ പാലിച്ചു നടക്കണം. അതുപോലെ ലേവരെ പുരോഹിതന്മാരെ വെക്കണം, അവർ പറയുന്ന കാര്യങ്ങൾ ആമ ഇത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇതൊന്നും ശലോമോൻ ചെയ്തതായിട്ട് നമുക്ക് കാണാം. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം ഇപ്പോൾ വായിച്ചതിന്റെ മുന്നോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. ഹാലേലിയ പൂജാഗിരികൾ ഉണ്ടാക്കി, ഹാലേലി അവിടെ ധൂപം കാട്ടി, ഹാലേലി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മിശ്ര പല രാജ്യത്തെ ഭാര്യമാരും പല ആ മിശ്രം അവരെല്ലാവരും ശലോമോന്റെ ഹൃദയത്തെ വശീകരിച്ച് അന്യ ആരാധനയിലേക്ക് കൊണ്ടുപോയതും അവസാനം ശലോമോന്റെ അന്ത്യം എന്താ? പക്ഷെ ദാവീദോട് ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശലോമോൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു രാജാവായിരിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ആവർത്തന പുസ്തകത്തിൽ കൃത്യമായിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞ മോശയുടെ പറഞ്ഞ ന്യായപ്രമാണ പുസ്തകം നീ വായിക്കുക. അപ്പൊ ഈ ഡ്യൂട്ടറോണമിക്കകത്തൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് രാജാവ് എങ്ങനെയായിരിക്കുക. പക്ഷേങ്കിൽ അത് വായിച്ചിരുന്നു എങ്കിൽ, അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ശലോമോൻ ഇതിനെല്ലാം പിന്നാലെ പോകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് വചനം തരുന്ന എന്തിനാന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ സാമ്പാസ് പറഞ്ഞത് നിങ്ങൾ കേട്ടോ, നിങ്ങൾ വചനം എപ്പോഴും ആരെങ്കിലും പ്രസംഗം കേട്ടാൽ മാത്രം പോരാ, അത് അവർക്ക് കൊടുക്കുന്ന നമുക്ക് കേൾക്കുന്ന നല്ല വചനത്തിന് കേൾവി നല്ലതാണ് പക്ഷേ ഇത് കേട്ടാൽ മാത്രം നിങ്ങൾ പേഴ്സണലി ഒരിക്കലും വളരത്തില്ല. നിങ്ങൾ പേഴ്സണലി വളരണമെങ്കിൽ നിങ്ങൾ വചനം വായിക്കണം, വചനം മെഡിറ്റേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വചനത്തിൽ നിങ്ങൾ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കണമെങ്കിൽ ദൈവം നിന്നോട് വ്യക്തിപരമായി മറ്റുള്ളവർ പ്രസംഗിക്കുന്നത് അവരോട് ദൈവം സംസാരിച്ച കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. ഇത് നമ്മളോടുള്ള സംസാരമാകണം നിർബന്ധമില്ല. ഇന്നലെ ഞാൻ ഇന്നലെ വചനം വായിക്കുമ്പോൾ എന്നോട് ദൈവം സംസാരിച്ച കാര്യമാണ് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ആ ഭാഗം ദൈവം എന്നോട് സംസാരിച്ചത്. അപ്പൊ ഞാനിങ്ങനെ ഒത്തിരി അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശരിയാണല്ലോ, കർത്താവ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ പാലിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. അതുപോലെ വചനം നമുക്ക് നമ്മളോട് ദൈവം സംസാരിക്കാനായിട്ട് നമ്മൾ വ്യക്തിപരമായി തന്നെ വചനം. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഡെയിലിയുള്ള മെസ്സേജ് നിർത്തിയിട്ട് എന്താ പറയുക, ഡെയിലി നമ്മൾ മെസ്സേജ് റെക്കോർഡ് ചെയ്യാറ്. പക്ഷെ ഇപ്പൊ നിർത്തിയത് എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും വചനം പറയണം, എല്ലാവരും വചനം വായിക്കണം, എല്ലാവരും മെഡിറ്റേറ്റ്. കാരണം ഒരു വാക്യമെങ്കിലും എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവരെന്താ വെച്ചാൽ ദിവസം ഇരിക്കും, അവർ വായിക്കും, അവർ അത് മെഡിറ്റേറ്റ് ചെയ്യും, അത് അവിടെ ഒന്ന് പറയും. ഓരോരുത്തർക്കും ഓരോ ദിവസം കഴിയും തുടങ്ങി. ഞാൻ പറയാം, ആദ്യം ഇപ്പൊ ഞാൻ ആ പരിപാടി തുടങ്ങിയ സമയത്ത് ഉള്ളതിനെക്കാട്ടി എന്ത് ഭംഗിയായിട്ട് ഓരോരുത്തർ ഇപ്പൊ വചനം പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർ ദിവസം ഇരിക്കുന്നു. അപ്പൊ വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, ശലോമോന് ദാവീദ് ഉപദേശം എല്ലാം കൊടുത്ത് ന്യായപ്രമാണ പുസ്തകമൊക്കെ കൊടുത്തിരുന്നെങ്കിലും അത് വായിച്ചിരുന്നു എങ്കിൽ, അത് ഗ്രഹിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും ശലോമോൻ ഇതുപോലെ തെറ്റി എന്തൊക്കെ ചെയ്യരുത് പറഞ്ഞു അതല്ല. ഞാൻ ഇന്നലെ ഈ ആവർത്തന പുസ്തകം വായിച്ചപ്പോ എനിക്ക് ദൈവം ഇതെല്ലാം ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതൊക്കെ തന്നെ പോയി ചെയ്തല്ലോ എന്ന്. കാരണം അരുത് 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 എന്തൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പോയി ചെയ്തു. കാരണം എപ്പോഴും പിശാച് ഇങ്ങനെ തന്നെയാണ്. നമ്മളോട് ദൈവം എന്ത് നോ പറയുന്നോ അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇസ്രായേൽ ജനത്തെ ദൈവത്തിന്റെ പുരോഹിതം അത് ശപിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്, ശപിക്കാനായിട്ട് പാത്രക്കുമ്പോൾ അനുഗ്രഹമായി മാറാൻ ദൈവത്തിന്റെ ജനത്തെ തെറ്റിച്ചു കളയാൻ എന്താ ചെയ്തത്? അപ്പോഴും അവിടെ എന്താ പ്രവർത്തിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിലയാമിന്റെ വഴിക്ക് ബാരാക്കിന്റെ വഴിക്ക് പോകുന്ന എഴുതിയ സംഖ്യാപുസ്തകം എഴുതിയിരിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പോവുകയല്ല ചെയ്ത്, പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് ഉപദേശിച്ചു കൊടുത്തിട്ടോ. അത് വെളിപ്പാട് പുസ്തകം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ജനത്തെ തെറ്റിച്ചു കളയാൻ ഉപദേശിച്ചു കൊടുത്ത ബിലയാമെന്ന് തന്നെ അവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ ബിലയാമിന്റെ ഉപദേശത്തെ പിടിച്ച ചിലർ അവിടെ ഉണ്ടെന്ന്. അവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദൈവജനത്തെ എപ്പോഴും ശാപത്തിന് കീഴാക്കണം, അവരുടെ അനുഗ്രഹത്തെ മാറ്റിക്കളയണമെങ്കിലോ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തെറ്റിച്ച് കളയുക. ദൈവം അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ഇവിടെ അത്യാഗ്രഹമാണെങ്കിലും എപ്പോ നമ്മൾ വരത്തില്ല, ഈ ആത്മപ്രശംസയാണെങ്കിലും അഹങ്കാരം, നെഗളം, സ്വസ്നേഹം, ദ്രവ്യാഗ്രഹം, ഇതൊക്കെ കൊണ്ടുവരുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല തെറ്റിച്ച് കളയും. ഇപ്പൊ ഞാൻ ചെയ്യുക, പിശാചിന് നമുക്ക് ആർക്കെങ്കിലും ഒത്തിരി സമ്പത്ത് ഉണ്ടാകുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അവന് ബുദ്ധിമുട്ടില്ല. അവന് തടയാനും പറ്റും. ദൈവം എന്നോട് പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് ഒരു മിനിറ്റ് മതി എനിക്ക് മില്യൺസും ബില്യൺസും നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട്. എനിക്ക് കഴിയാതിരിക്കുമോ? ഇല്ല. ദൈവത്തിന് കഴിയും. പക്ഷെ ഇവിടെ എല്ലാം എന്തുകൊണ്ടാ അത് പിടിച്ചു വെച്ച് എന്തുകൊണ്ടാ അതിനെ ഇങ്ങനെ പിടിച്ചേക്കുന്നത്? അപ്പൊ അവന്റെ പർപ്പസ് ഒന്ന് മാത്രമാണ്, നമ്മൾ ദൈവത്തിൽ നിന്ന് തിരിയണം.
അതെ, നമ്മുടെ ജീവിതത്തിൽ ചില സ്ട്രഗിൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വരും, നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരും, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അയ്യോ കർത്താവ് നീ എന്തിനാ എന്നാലും എന്നോട് ഇത് ചെയ്തെന്നല്ല ചോദിക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവ് എന്താ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ദൈവം എപ്പോഴും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന്റെ കാരണം, നമ്മളൊക്കെ അനുവദിച്ചു കൊടുക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന് കൂടുതൽ നമ്മൾ അടുത്ത് ചെല്ലണം. ഹല്ലേലൂയ. ദൈവത്തിന് കൂടുതൽ നമ്മളോട് സംസാരിക്കണം. ദൈവത്തിന് കൂടുതൽ കാര്യം നമ്മളോട് പറഞ്ഞു. ദൈവത്തിന്റെ ഹൃദയം, ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്വപ്നങ്ങളുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ട്. ഇതൊക്കെ ദൈവം ആരോടാ പറയാൻ ആഗ്രഹിക്കുന്നേ? ആമേ. നമ്മളോട് പറയാം. നമ്മൾ ദൈവം സ്നേഹിക്കുന്നവരോട്, ദൈവത്തെ സ്നേഹിക്കുന്നവരോടാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്വപ്നങ്ങളെ പങ്കുവയ്ക്കുന്നത്. നമ്മൾ പറയും ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളാണ്, അല്ലെങ്കിൽ മർമ്മങ്ങൾ എന്ന് പറയും. ഇത് ആരോട് ദൈവം പറയും? ഞാൻ സാറാമസ്റ്റർ, നിങ്ങളുടെ ഹൃദയത്തിൽ രഹസ്യങ്ങൾ ദൈവം സാറാമസ്റ്റർ ആരോട് പറയും? ഏറ്റവും അടുപ്പമുള്ളവരോ? അല്ലെ ഏറ്റവും സ്നേഹമുള്ളവരോട്, അല്ലെ നമ്മളുമായിട്ട് വളരെ പറ്റിയത്, നമ്മൾ വളരെ എന്താ പറയുക, നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ ചങ്ക എന്നുള്ളവരോടൊക്കെയാണ് പറയുന്നത്. ഹല്ലേലൂയ. കാരണം അല്ലാത്തവരൊന്നും പറയത്തില്ല. അതുപോലെ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുമ്പം ദൈവം എങ്ങനെ നോക്കും? ഓ, എന്നെ അന്വേഷിക്കുന്ന ആര്, ഏത് ബുദ്ധിമാനെ ഇപ്പോൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്ന ആരാ ഉള്ളത്, എന്റെ ശബ്ദത്തിന് ചെവി ചായച്ചു വെച്ചിരിക്കുന്ന ആരാ ഉള്ളതെന്ന് നോക്കിയിട്ട് അവരോടാ ദൈവം സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വ്യക്തിപരമായിട്ട് ദൈവസന്നിധി എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പ് വേണം. ഹല്ലേലൂയ. 2 ശമൂവേലിന്റെ പുസ്തകം 7:12-16 വായിക്കോ. ദാവീദിന് കൊടുത്ത ഉടമ്പടി എന്താന്ന് നോക്കാം. 2 ശമൂവേലാണ്. 2 ശമൂവേൽ 7:12-16. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്തിന് സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശവലിങ്കിൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ആമേൻ. സ്തോത്രയുടെ ദൈവം ദാവീദിന് കൊടുക്കുന്ന ഒരു ഉടമ്പടി, അതിൽ ദാവീദുമായി ചെയ്യുന്ന ഒരു കവനന്റ് അത്. അത് ദൈവം മറന്നുപോയില്ല. മക്കളൊക്കെ തെറ്റിപ്പോയിട്ടും ദാവീദിനോട്, അപ്പൊ നമ്മളോടൊക്കെ ദൈവം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളൊക്കെ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ദൈവം ചിലപ്പോൾ മറന്നു പോകത്തില്ല. ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ 12, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സംഗതി, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പുറപ്പെടുവാനിരിക്കുന്ന സന്ധി. അപ്പൊ അന്നേരം ശലോമോൻ ജനിച്ചിട്ടില്ല കേട്ടോ. പുറപ്പെടാനിരിക്കുന്ന സന്തതിയെ കുറിച്ചാണ് വാഗ്ദത്തം പറയുന്നത്. അല്ലെ, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരുടെ കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയെ സ്ഥിരപ്പെടുത്തും, അവന്റെ രാജ്യത്ത് ഉറപ്പാക്കുകയും ചെയ്യും. അപ്പൊ നീ എന്താ പറയാ, ആയുഷ്കാലമൊക്കെ തികഞ്ഞ് വൃത്തനായി കാലസമ്പൂർണനായൊക്കെ നീ മരിക്കത്തുള്ളു. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവന്റെ സിംഹാസനത്തെ ഉറപ്പാക്കും. അവിടെ സ്ഥിരപ്പെടുത്തുന്നതായിട്ട് പറയുന്നത്. എന്നിട്ട് അവൻ എന്റെ നാമത്തിൽ ആലയം പണിയും, ഞാൻ അവന്റെ രാജ്യത്ത് സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കാം. അപ്പം ആലയം പണിയുന്ന പഴയ ദാവീദ് പണിയാൻ തുടങ്ങിയപ്പോഴും നീ പണിയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഇവിടെ എന്താ പറയാ, അവൻ എന്റെ നാമത്തിൽ, അന്നേ ദൈവം തീരുമാനിച്ചതാണ്. ശലോമോൻ ജനിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചത്. ശലോമോനെ കൊണ്ടാണ് ഒരു ആലയം പണിയിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അടുത്ത രാജാവാക്കാൻ പോകുന്നതാണ്. എന്നിട്ട് ഞാൻ അവന് പിതാവും എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവന് മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. അപ്പൊ കുറ്റം ചെയ്ത നിന്റെ മകനെ അല്ലെങ്കിൽ ഞാൻ അവനെ എടുത്ത് തലയിൽ വെക്കുമെന്നല്ല പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. തമിഴ് ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കുകൾ വരുമ്പോൾ നമുക്ക് ചില അടികളൊക്കെ കിട്ടാറുണ്ട്. ഹല്ലേലൂയ. അത് നല്ലതാ, കിട്ടുമെന്ന് തന്നെ മനസ്സിലാക്കണം. എന്തോ എവിടെയോ ഒന്ന് തെറ്റിപ്പോയെന്ന് വിചാരിച്ചോണം. ഹല്ലേലൂയ. അവിടെ ഇവിടെ പറഞ്ഞ അടുത്ത് പറഞ്ഞത്, എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങി പോവുകയില്ല. കുറ്റമൊക്കെ ചെയ്ത് തല്ലിയൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേങ്കില് ശൗലിനെ നീക്കി കളഞ്ഞതുപോലെ അവരെ നീക്കി കളയത്തില്ല. ആ ദയ പോകത്തില്ല. നമ്മളോട് ദൈവത്തിനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ദയയാണ്. ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ രക്ഷപ്പെട്ടു പോകുന്നത്. ഹല്ലേലൂയ. ചില കാര്യങ്ങളിലൊക്കെ. ഹല്ലേലൂയ. ഇവിടെ അടുത്ത് പറയുന്നത്,
നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വം എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കും. ഹാല. അപ്പം നിന്റെ സിംഹാസനം, ദാവീദിന്റെ സിംഹാസനം, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണത്. ഇനി കർത്താവ് യേശുക്രിസ്തു രാജാവ് ഭരണം ചെയ്യാൻ വരുമ്പോഴും എവിടെ ഇരിക്കുന്ന? ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ്. അത് എന്നേക്കും സ്ഥിരമായിരിക്കും. ഹാലേലൂയ. അപ്പൊ നമ്മളോടൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു, ഒരാള് ദൈവത്തിന് വിശ്വസ്തയോടെ ദൈവത്തിന് നിൽക്കുകയാണെങ്കിൽ, ആമീൻ ആമീൻ, അത് മതി തലമുറയായിട്ട് അനുഗ്രഹിക്കപ്പെടാനായിട്ട്. ആ ഒരൊറ്റ ഓർമ്മ നമ്മളോട് ദൈവം ചെയ്ത ഒരു കവനന്റ്, നമ്മൾ ദൈവമായി വന്നേക്കുന്ന ആ സ്നേഹബന്ധത്തിൽ നമ്മുടെ മേൽ വീണ പ്രോമിസുകൾ, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയെന്നൊക്കെ പറയും. നമ്മുടെ സന്തതി ചിലപ്പോൾ വലിയ എഫർട്ടൊന്നും എടുക്കണ്ട. മനസ്സിലായി? ഇന്ന് നമ്മൾ എന്തുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യ ഫലമായ പലരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിതാക്കന്മാരും മറ്റുള്ളവരും എല്ലാം ചെയ്തു കൂട്ടിയത് നന്മയൊന്നും അല്ല. അവരൊക്കെ ചെയ്തു കൂട്ടിയതൊന്നും ദൈവഹിതപ്രകാരവും ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മളാണ് ആദ്യമായി ദൈവത്തിന്റെ ഹിതത്തിലേക്ക് വന്ന നമ്മളിലാണ് ഈ ശുദ്ധീകരണം എല്ലാം നടക്കുന്നത്. നമ്മളാണ് ഇതെല്ലാം ഏറ്റെടുത്ത് എന്തിനാ? വരും തലമുറയ്ക്ക് വേണ്ടി അനുഗ്രഹമായി തീരാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ എല്ലാം പെടും. അപ്പൊ അതുകൊണ്ട് ആരും ചിന്തിക്കരുത്, ദൈവം എന്റെ ജീവിതത്തിൽ മാത്രമേ എന്ത് സ്ട്രഗിള്, എന്റെ ജീവിതത്തിൽ മാത്രമേ എന്ത് നടക്കുന്നത്. കാരണം നമ്മുടെ പിതാക്കന്മാരോ ആരും പൂർവ്വപിതാക്കന്മാർ ആരും ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിച്ച പോലെ നിന്നിട്ടില്ല. അവരെപ്പോഴും ലോകപരമായിട്ട് അവരുടെ പാരമ്പര്യത്തിലൊക്കെ ആയിരുന്നപ്പോൾ ആദ്യമായിട്ട് അതിൽ നിന്ന് പുറത്തു വന്ന ആ വ്യക്തികളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ മേലായിരിക്കും ഇതെല്ലാം ഉള്ളത്. അതുകൊണ്ട് ആരും അത് കണ്ടിട്ട് അയ്യോ എനിക്ക് ജീവിതം എപ്പോഴും സ്ട്രഗിളാന്ന് ഓർത്തൊന്നും ആരും സങ്കടപ്പെടുകയേ വേണ്ട. കാരണം ഇത് നമ്മളെ കൊണ്ട് ദൈവം തലമുറയോളം ഒരു അനുഗ്രഹമാക്കി മാറ്റും. ദാവീദിന്റെ സിംഹാസന സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ലേ? താവിനെ 10-12 വർഷം എങ്ങാണ്ട് ശൗൽ എനിക്ക് വന്നിട്ട് ഓടിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹാലലൂയ. അപ്പം പിന്നാലെ അപ്പൊ ഞാൻ ഒരിക്കൽ ചോദിച്ചു, കർത്ത എന്തിനു ഓടിക്കല ഈ ശൗലിന്, എന്തിനാ ഇങ്ങനെ താവിനിട്ട് ഓടിക്കുന്നത് പറയാം. അങ്ങനെ ഓടിയാൽ അവൻ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ രാജാവായി തീരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ട്രെയിനിങ് കൊടുക്കാന്ന് പറയും. അതുപോലെ നമ്മളെയൊക്കെ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ട്രെയിനിങ് തരുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. ഹാലലിയ. ഇന്നലെ ഞാൻ ആരോട് സംസാരിച്ച് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയും നമ്മളെ നോക്കി ഒരു വാക്ക് പറയണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് കുറ്റം പറയണമെങ്കിൽ നമ്മളെ പിശാചിനെ കുറിച്ച് എന്താ പറയുന്നത്? അപവാദി എന്നാ പറഞ്ഞേക്കുന്നത്. അപവാദം പറയുന്നിട്ട് ഉള്ള കാര്യം പറയുന്നല്ല, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന അപവാദം എന്ന് പറഞ്ഞാൽ അല്ലെ? ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? പൊടിപ്പും തൊങ്ങലും വെച്ച് ഇല്ലാത്തനെ ഊതി വീർപ്പിച്ച് ഉണ്ടാക്കി പറയുന്നതിനാണ്. അപ്പൊ അവൻ അപവാദിയായിരിക്കും. നമ്മളോട് എന്താ അവൻ നമ്മളെ കുറിച്ച് മറ്റുള്ളവരെ കൊണ്ട് അപവാദം പറയിക്കുന്നത്, ഇല്ലാത്ത കാര്യം പറയിക്കുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ പറയുന്നതിന്റെ കാര്യം അവന്റെ സ്വഭാവം അതാണ്. അവരാണെങ്കിൽ നമ്മുടെ കുറ്റങ്ങൾ എവിടെയെങ്കിലും ചെറിയ പൊടി പോലെയുള്ള സാധനങ്ങളൊക്കെ അതെല്ലാം പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് അതിനെ ഊതി വീർപ്പിച്ച് പറയും. ഈവൻ എന്തിനു പറയാം, ഞാൻ പറയാം, നമുക്ക് കഴിഞ്ഞ കാല പാപങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ദൈവം പറഞ്ഞേക്കുന്നേ, നിന്റെ പാപം എത്ര കടിഞ്ഞു ഞാൻ വെളുപ്പിക്കാം, അല്ലെങ്കിൽ അതിനെ ഞാൻ ആഴിയുടെ ആഴങ്ങളിലേക്ക് ഇട്ടേ. ഈ ആഴിയുടെ ആഴങ്ങൾ ഇട്ടതിന് ദൈവം എപ്പോഴെങ്കിലും പൊക്കിയെടുത്തുകൊണ്ട് വരുമെന്ന് നിങ്ങൾ ആരും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ദൈവം ഒരിക്കലും നമ്മളെ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ വന്ന് ഓർമ്മിപ്പിക്കും നമ്മളെ. ഇതാരാന്നറിയോ? നീ പണ്ട് അങ്ങനെയായിരുന്നല്ലേ, നീ പണ്ട് ഇങ്ങനെയായിരുന്നില്ലേ, അതുകൊണ്ടാണ് നിനക്കിത്, അതുകൊണ്ടാണ് ദൈവം. അത് പറയുന്ന ആരാന്ന് വെച്ചാൽ പിശാച് അത് പറയുന്നത്. കാരണം പിശാച് എപ്പോഴും നമ്മുടെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് കേട്ടിട്ട് നമ്മൾ മനുഷ്യരാണ്, ശരിയാ, മാനുഷ്യമായി നമ്മൾ ചിന്തിക്കുകയും ചിലപ്പോഴൊക്കെ നമുക്ക് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും, ശരി, അതൊക്കെ വരും. പക്ഷേ അതിനെ വെച്ചോണ്ടിരിക്കല്ലോ. ഞാൻ പറയണേ, എനിക്ക് ഒരുപാട് ഇവിടെ അതുപോലെ കേൾക്കുമ്പം കാലയിലെയാ നമുക്ക് അന്നേരം സങ്കടവും വിഷമം എല്ലാം വരും. പക്ഷെ വന്നിരുന്നെങ്കിൽ കുറച്ചു നേരം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവം നമ്മളോട് ഇടപെടും. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോഴത്തെ നമ്മൾ അതിനെ കളഞ്ഞിട്ട് പോകും. ഹല്ലേലൂയ. അതിനെ വെച്ചോണ്ടിരിക്കത്തില്ല. അതുപോലെ നമ്മൾക്ക് ആ സ്ട്രഗിളൊക്കെ വരുമ്പോൾ നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഫീലിങ്സ് ഒക്കെ വരും. നമ്മൾ മരിച്ചവരാന്ന് പറയുന്നത്, മരിച്ച ശരീരത്തിൽ ഫീലിങ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ജഡം ശരിക്കും മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഫീലിങ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളല്ലെങ്കിൽ അത്രത്തോളം ആത്മാവിൽ പൂർണ്ണമായിട്ട് ഫുൾനെസ് ഹോളി സ്പിരിറ്റിലേക്ക് വരാത്തതുകൊണ്ട് നമുക്കത് വരും. അപ്പൊ അന്നേരം എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് ഇതിനെ ദൈവത്തിന്റെ വചനത്താൽ അതിനെ ജയിച്ചു പോകണം. ദൈവം അനുവദിക്കാതെ ഒരു വ്യക്തി നമ്മുടെ നേരെ വിരലൊന്ന് ചൂണ്ടുകയായിട്ട് ഒരു വാക്ക് പറയുകയായിട്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് പിലാത്തോസിന് മുമ്പ് നിൽക്കുമ്പോൾ പറയും, നീ പറ, നിന്നെ വിടുവിക്കാനും നിന്നെ രക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറയും, മോളും തരാതെ നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല. അപ്പൊ മുകളിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ പോലെ സ്വർഗസ്ഥനായ പിതാവ് ദൈവം നമ്മളിൽ മേൽ ഒരാൾക്ക് അധികാരം കൊടുക്കാതെ നമ്മുടെ നേരെ ഒരു വാക്ക്
പറയാനായിട്ട്, ഒരു കൈ ഒരു വിരൽ ചൂണ്ടാനായിട്ട് പറ്റെങ്കിൽ, അങ്ങനെ ചെയ്യുന്നെങ്കിൽ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ കുറിച്ച് ദൈവത്തിന് എന്തോ ഒരു പർപ്പസ് ഉള്ളത് കൊണ്ട് ദൈവം അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് യേശുക്രിസ്തുവിനെ പോലും പിടിക്കാൻ യേശു കർത്താവ് പറയും, ഇത് അവരുടെ നാഴികയാ. എന്താ? ഇരുട്ടിന്റെ നാഴികയാ. അത്രയും നാൾ അവിടെ ഉണ്ടായിരുന്നിട്ട് പിടിക്കാൻ പറ്റിയോ? കൊല്ലാൻ പ്ലാൻ ചെയ്ത്, ഉപദ്രവിക്കാൻ പ്ലാൻ ചെയ്ത്, തള്ളിയിടാൻ പ്ലാൻ ചെയ്ത്, ഇതൊക്കെ ചെയ്തിട്ട് സാധിച്ചില്ല. പക്ഷേ ആ ഒരു സമയം അത് ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയം, ഇരുട്ടിന്റെ അധികാരമാണത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവം അനുവദിച്ചു കൊടുക്കുന്ന ചില സമയങ്ങളുണ്ട്. ചില വ്യക്തികളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട് നമ്മളെ. അല്ലെങ്കിൽ അവർ നമ്മളെ പറഞ്ഞ് ശല്യപ്പെടുത്തി അല്ലെങ്കിൽ പറഞ്ഞ് നമ്മളെ എന്താ വെച്ചാൽ മനസ്സ് മടുപ്പിച്ച് കൊണ്ടുപോകാൻ അവരെ ആഗ്രഹിക്കും. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നീ എന്ത് ചിന്തിക്കണം, നീ എങ്ങനെ പ്രവർത്തിക്കണം, നീ എന്നോട് കൂടുതൽ അടുത്ത് വാ. ഹല്ലേലൂയ. നീ ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്ക് നിന്നോട് സംസാരം. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുള്ള സമയത്ത്, ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് നമ്മൾ ദൈവത്തിന്റെ ഏറ്റവും കൂടുതൽ ശബ്ദം കേട്ടേക്കുന്നത് അല്ലെ? കാരണം ഈ ഒരു പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന, നീ എന്റെ അടുത്ത് എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിന്നോട് പറയും. നിന്നെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ പറയണ, നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങൾ പറയും. ഇത് പറയാൻ ദൈവത്തിന് ഒരു അവസരം. അപ്പം ഒരിടത്ത് പറയുന്നുണ്ട്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ഞാൻ അവളോട് കൃത്യമായി സംസാരിക്കുമെന്ന്. അപ്പൊ ദൈവം നമ്മളോട് ചില പ്രശ്നങ്ങൾ നമ്മൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ ദൈവം എന്താ ആഗ്രഹിക്കുക വെച്ചാൽ നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലണം, ദൈവത്തിന് നമ്മളോട് സംസാരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുന്നത്. അല്ലാതെ എല്ലാം നമ്മളെ തകർത്ത് കളയാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടോ നമുക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടായിട്ടോ ഒന്നും അല്ല. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ശരിക്കും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെ അടുത്ത് നിൽക്കുന്ന പലരെയും നമ്മളെ അകറ്റി നിർത്തും. ഇപ്പം ഹല്ലേലൂയ, സാറാമ്മ സിസ്റ്റർ ഇപ്പം ജെയിംസ് അങ്കിൾ ഇങ്ങനെ എന്താ പറയാ, വിശ്വാസിയൊക്കെ ഒരുപോലെ തീഷ്ണത പ്രാർത്ഥിക്കുക തീയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ സാറാമ്മ സിസ്റ്റർ എപ്പോഴും അങ്കിളിനോട് കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും അല്ലേ? അവരൊരുമിച്ച് പോകാൻ എല്ലാം ആഗ്രഹിക്കും. പക്ഷെ അപ്പം നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പം ദൈവത്തിന്റെ ആഗ്രഹം ഇവിടെ വന്നിരിക്കുക എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ ദൈവം. അപ്പൊ ഞാൻ പറയാം, നമുക്ക് രണ്ടുപേരും ഒരുപോലെ പ്രാർത്ഥിക്കെടുക്കുക ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നമ്മൾക്ക് ഭയങ്കര സപ്പോർട്ട്, പ്രാർത്ഥന സപ്പോർട്ട് ഒരാളുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മൾ ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കത്തില്ല. കാരണം നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ആരെ വിളിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ വിളിക്കും, പാസ്റ്ററെ അല്ലെങ്കിൽ സിസ്റ്ററെ അല്ലെങ്കിൽ ബ്രദറെ എന്ന് വിളിച്ചിട്ട് നമ്മൾ എന്താ വെച്ചാൽ അങ്ങനെ വിഷയം ഉണ്ടെന്ന് പറ, അല്ലെങ്കിൽ പ്രാർത്ഥന എന്തെങ്കിലും ദൈവം ഇടപെടുന്ന് പറ. ഇതാ. പക്ഷെ ദൈവം ഇവിടെ കാത്തിരിക്കുക. എന്താ പറയാ, ഈ വിഷയം വരുമ്പോഴെങ്കിലും ഇവള് എന്നോടൊന്ന് അടുത്ത് വന്നിട്ട് ചോദിക്കും, കർത്താവ് എന്തുവാ ഇത്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ദൈവം എപ്പോഴും, ദൈവത്തിന്റെ ആഗ്രഹം എപ്പോഴും ഞാൻ പറയാം, നിങ്ങൾ ഓരോരുത്തരും, ഞാൻ പറയാം വ്യക്തിപരമായിട്ട് എന്റെ കാര്യം വെച്ച് ഞാൻ പറയാം, ദൈവം എപ്പോഴും ആഗ്രഹിക്കുക നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലണം, ദൈവത്തെ നേരിട്ട് കേൾക്കണം. പ്രസംഗങ്ങൾ കേൾക്കണ്ട എന്ന് ഞാൻ പറയത്തെ യൂട്യൂബ് തുറന്ന. പക്ഷേ പ്രസംഗങ്ങൾ മാത്രം കേട്ട് നിങ്ങൾ സമയം കളയരുത്. ഹല്ലേലൂയ. അത് കേൾക്കാം, ഓവറായിട്ട് കേൾക്കാതിരിക്കുന്നത് നല്ലത്. ആ സമയത്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെ ദാവീദിനോട് കൊടുത്ത ഉടമ്പടിയെ കുറിച്ച് നമ്മൾ കണ്ട 1 ദിനവൃത്തം 1 ക്രോണിക്കൽസ് ചാപ്റ്റർ 22:13 വായിക്കാവോ? 1 ക്രോണിക്കൽ ചാപ്റ്റർ 22 വേഴ്സ് 13. യഹോവ ഇസ്രയേലിന് വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചാചരിക്കുന്നു എങ്കിൽ നീ കൃതാർത്ഥനാകും. ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. മതി. ഇവിടെ പറയുന്ന യഹോവ ഇസ്രായേലിന് വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ ആചരിക്കുന്നു എങ്കിൽ നീ കൃതാർത്ഥനായിരിക്കും. ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുക, ഭയപ്പെടുകയും ഭ്രമിക്കുകയും വരുത്. ഹല്ലേലൂയ. അപ്പം ദൈവം കൊടുത്ത പ്രമാണങ്ങൾ, ഹല്ലേലൂയ, ഇവിടെ പറയുന്നത് കൽപ്പനിച്ച ചട്ടങ്ങളും ഇത് പ്രമാണിച്ച് ആചരിക്കുന്നു എങ്കിൽ. അപ്പൊ ദൈവം തന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും നമുക്ക് ആചരിക്കാനുള്ളതാ, പ്രമാണിക്കാനുള്ളതാ. അങ്ങനെയാണെങ്കിൽ നീ കൃതാർത്ഥനായിരിക്കും. ദൈവം ഒത്തിരി പ്രോമിസ് പറഞ്ഞിട്ടില്ല സിസ്റ്റർ, എന്നെ നോക്കിയിട്ട് ഞാൻ എന്തൊക്കെയോ ആകുന്നു, പക്ഷെ ഒന്നും ആകുന്നില്ലല്ലോ എന്ന് പറയുന്ന പലരും ഉണ്ട്. എന്തുകൊണ്ടാ പ്രോമിസുകളൊക്കെ ഇൻഹെറിറ്റൻസ് ആകാത്തത്? നമ്മള് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവം പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതിന് എക്സാമ്പിൾ എനിക്ക് വന്ന് 2-3 വർഷം 3-4 വർഷമായിരുന്നു നല്ല വിജയ സിസ്റ്റർ നമ്മുടെ പാസ്റ്ററോട് ദൈവം ഒരു പ്രോമിസ് പറഞ്ഞ ഒരു റോയലായ ചെയർ അവിടെ
ഒരുക്കി വെച്ചൊക്കെ ചെന്ന് ഇരുത്താൻ വേണ്ടി. പക്ഷേ അതവിടെ ചെല്ലണമെങ്കിൽ കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട്. പ്രോസസ്സിങ് ഇപ്പോഴും പെൻഡിങ് ആയിരിക്കുന്നുണ്ട്. ചെയർ ഇപ്പോഴും അവിടെ പെൻഡിങ് ആയി കിടക്കുക. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ നാളെ പറയാ, കർത്താവല്ലേ പറഞ്ഞു എനിക്ക് വലിയ കസേരയൊക്കെ ഒരുക്കി വെച്ചേക്ക്, എന്നിട്ട് എന്നെ അവിടെ ഇരുത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ട്. ഞാനൊക്കെ കേട്ടേക്കുന്ന പ്രോമിസ് ഒക്കെ ആണെങ്കിൽ ഇന്റർനാഷണൽ ദൂതുകളൊക്കെ കേട്ടേക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇവിടെ തന്നെ കുത്തിയിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അതിലേക്ക് ഒരുക്കപ്പെട്ടില്ല. നമ്മൾ അതിലേക്ക് എത്തപ്പെട്ടില്ല. ആമേ. ചട്ടങ്ങളും പ്രമാണങ്ങളും എന്താ പ്രമാണിച്ച് ആചരിക്കണം. എന്ന് പറഞ്ഞ പോലെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ലെവലിലേക്ക് നമ്മൾ എത്തണം. വെറുതെ വാക്തത്വം കേട്ട് പലരും പറഞ്ഞിട്ടുണ്ട് വാക്തത്വം ഉള്ളതാ സിസ്റ്റർ, അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പറയും. ചുമ്മാതാ അത്. വാക്തത്വം ഉള്ളതാന്ന് ചോദിച്ചിട്ട് ഒരസുഖം വന്നപ്പോൾ മരിക്കത്തില്ല, അല്ലെങ്കിൽ പറയാം അതങ്ങനെ സംഭവിക്കത്തില്ല, ഇങ്ങനെ സംഭവിക്കത്തില്ല. പക്ഷെ അങ്ങനെ അല്ലെന്നേ. ദൈവം ഒത്തിരി അവസരങ്ങൾ കൊടുക്കും. അതിൽ നന്നാകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പ്രാണനെ അങ്ങ് കൊണ്ടുപോകും. കാരണം വേറെ ഒന്നല്ല, ഇവിടെ ഇട്ട് കഴിഞ്ഞ് കൂടുതൽ നരകത്തിലേക്ക് വിടണ്ടെന്ന് വിചാരിക്കും. ഇത്രയെങ്കിലും ആയിട്ട് പോരട്ടെ എന്ന് ചോദിച്ചാൽ കൊണ്ടുപോകുന്നുണ്ടോ പലരും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കാരണം ഇവിടെ നമ്മൾ പറയുന്ന കാര്യം ദൈവത്തിന്റെ കൽപ്പനകളും വിധികളും ആ ചട്ടങ്ങളും പ്രമാണിതകളും പ്രമാണിക്കുന്നെങ്കിൽ നീ ധൈര്യപ്പെട്ട് ഉറച്ച് ഭയപ്പെടുകയും പ്രയോഗിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുക. നമുക്ക് ജോഷയുടെ പുസ്തകത്തിൽ ഇത് തന്നെ പറയും. 1 അദ്ദേഹത്തിന് 6-9 വായിക്കാം സിസ്റ്റർ. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ആമേൻ. ഹല്ലേലൂയ. പറയുന്ന നല്ല ഉറപ്പും ധൈര്യമുള്ളതായിരിക്കും ഞാൻ അവർക്ക് കൊടുക്കുന്ന അവരുടെ പിതാക്കന്മാർ സത്യദേശം നീ ജനത്തിന് അവകാശമേ വിഭാഗിക്കും. അപ്പൊ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ അവരോട് പറഞ്ഞ ഈ ദേശം നീ അവർക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുക്കും. അതിന് നീ ഉറപ്പും ധൈര്യമുള്ള. എന്നിട്ട് പറഞ്ഞ ഈ ജനത്തിന് അവകാശം. എന്നിട്ട് എന്റെ ദാസനെ മോശം നിന്നോട് കൽപ്പിച്ച ന്യായപ്രമാണം ഒക്കെ അനുസരിച്ച് നടക്കേണ്ടത് നല്ല ഉറപ്പും ധൈര്യമുള്ളവരായി മാത്രമേ ഇരിക്കാം. അപ്പൊ ന്യായപ്രമാണം ഒക്കെ അനുസരിച്ച് നടക്കണമെങ്കിൽ എന്താ വേണം? നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. ഒരു വിഷയം വരുമ്പം ഹാലലിയ അയ്യോ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എങ്ങനെ ചാടണം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർക്കല്ല ന്യായപ്രമാണ പുസ്തകത്തിലൊക്കെ പാലിക്കാൻ പറ്റുന്നത്. എന്ത് നമ്മുടെ മുമ്പ് പ്രതികൂലം വന്നാൽ പ്രതിസന്ധി വന്നാൽ പാറ പോലെ ഉറച്ചു നിൽക്കണം. കാരണം എന്താ? ഞാൻ ദൈവത്തിന് ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനമായിട്ടാണ് നിർത്തിയേക്കുന്നത്. ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്, ദൈവം എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. അത് നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ അങ്ങോട്ട് ചഞ്ചലപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നവർക്കല്ല. ഇവിടെ പറയാം ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും പ്രമാണിച്ച് നടക്കുന്നത് ഇന്ന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. അപ്പൊ നമുക്ക് വചനത്തിലാത്ത ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലുള്ള ഉറപ്പ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ പറയാ ധൈര്യത്തോടു കൂടി ഇരിക്കും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ എന്താ പറയാ ചഞ്ചലപ്പെട്ടു പോവോ? കാരണം വചനം ഉള്ളിലുണ്ടെങ്കിൽ പോകത്തില്ല. കാരണം വചനം നമ്മളുണ്ടെങ്കിൽ വചനം നമ്മൾ സംസാരം. അപ്പൊ ഇവിടെ പറയുന്ന ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് ഇവിടെ പറയുന്നത് ന്യായപ്രമാണം ഒക്കെ അനുസരിച്ച് മോശം നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെ അനുസരിച്ച് നടക്കേണ്ടത് നല്ല ഉറപ്പും ധൈര്യമുള്ള മാത്രം ഇരിക്കാം. അപ്പൊ അതിന് നല്ല ധൈര്യം വേണം. നമ്മുടെ മുമ്പിൽ യാതൊരു വഴിയുമില്ല. മൊത്തം പ്രതികൂല മൊത്തം പ്രതിസന്ധി. പക്ഷേ ഒരു കുലുക്കവും ഇല്ല. എന്താ കാര്യം? ദൈവം പറഞ്ഞേക്ക് നമ്മൾ വിശ്വസിക്കുക. എന്റെ വിശ്വാസി അല്ലെങ്കിൽ എന്റെ നീതിമാൻ എങ്ങനെ വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ? അവര് കാഴ്ചയിലല്ല വിശ്വാസത്താൽ ജീവിക്കും. പലരും ചോദിക്കാറുണ്ട്, എന്നോട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ ഇത്ര കൂളായിട്ടിരിക്കുന്നത്? ഞാൻ പറയുന്നല്ലേ എന്റെ മോളുടെ 2 വർഷം ക്ലിനിക്കൽ പ്രാക്ടീസ് സകലതും പൂർത്തിയായി, 2 വർഷം സക്സസ്ഫുള്ളി പൂർത്തിയായി. എങ്ങനെ ഈ 2 വർഷം നടന്ന് പഠിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം പ്രോമിസ് ചെയ്ത കർത്താവായിരുന്നു. ഞാൻ പറയും ഇതിലേക്ക് വിടാൻ പോകുന്ന സമയത്ത് പോലും തീരുമാനിക്കുമ്പോഴും അതിനുവേണ്ടി ആപ്ലിക്കേഷൻ അയക്കുമ്പോഴും ഒക്കെ എന്നെ നല്ല അടുത്തറിയാന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ കൈകളൊക്കെ ശൂന്യമായിരുന്നു. പക്ഷേങ്കിൽ ദൈവം ഈ 2 വർഷത്തെ കോഴ്സ് തരുമ്പോൾ അറിയാം
ഒരു രൂപ പോലും ഫീസ് പെൻഡിങ് ഇല്ല. ഹാലേ ഞങ്ങൾക്ക് ഹാലയിലെ കടമില്ല, ഒന്നുമില്ല ഇതിന്റെ പേരിൽ. ഹാലയിലെ കാരണം വെച്ചാൽ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്, പക്ഷേ അതിന്റെ ഒക്കെ അപ്പുറം നമ്മൾ ഒരുപാട് പൈസ അല്ലാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ മാസവും ആയിക്കൊണ്ട്. പക്ഷെ ഇതുവരെ ദൈവം അത്ഭുതകരമായ അതിശയകരമായി നടത്തി. ഇനി ഒരു വർഷത്തെ കോഴ്സും കൊണ്ടേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കും അതും ദൈവം നടത്തും. ഇത്രയും ചെയ്ത ദൈവത്തിന് അതും ചെയ്യാൻ പറ്റും. ഇന്നലെ വരെ ഇന്ന് എന്നെ കരുതിയെങ്കിൽ ഇന്നും എന്നെ കരുതും, നാളെയും എന്നെ കരുതും. ഹാലേലൂയ. അങ്ങനെ എൻ്റെ ദൈവം. ഹാലേലൂയ. ആ ഉറപ്പും ധൈര്യവും നമുക്ക് ഉണ്ടാകണം ദൈവസന്നിധിയിൽ. ഇവിടെ പറയുന്നത് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ പാലിച്ചു നടക്കുന്ന ഈ ഉറപ്പും ധൈര്യമുള്ളവരെ മാത്രമേ ഇരിക്കും. അത് മാത്രം നീ ചെയ്താൽ മതി. നിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല, അത് മാത്രം മതി. നമ്മുടെ പറഞ്ഞേക്കുന്ന നല്ല ഉറപ്പും ധൈര്യമുള്ള മാത്രമേ ഇരിക്കും. അത്രേ പറഞ്ഞേക്കുന്നത്. നീ വേറെ കൂടുതൽ വാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണം, ഒന്നും ചെയ്യണ്ട. ഇത് മാത്രം നീ ചെയ്താൽ മതി. എന്നിട്ട് പറയുന്നതാ, ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കണ്ടേ, അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അപ്പൊ ചെല്ലുന്നിടത്തൊക്കെ നമ്മൾ ശുഭമായിരിക്കണമെങ്കിൽ ചെല്ലു പറയും എവിടെ ചെന്നാലും പ്രതിസന്ധി, എവിടെ ചെന്നാലും പ്രതികൂലമാണെന്ന് പറയും. പക്ഷേ എങ്കിൽ ചെല്ലുന്നിടത്തൊക്കെ ഹാലേലിയ ശുഭമായിരിക്കണമെങ്കിൽ ഹാലേലിയ ഇത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറും. നമുക്ക് ന്യായപ്രമാണം ഒന്നും ദൈവം തന്നിട്ടില്ല. ദൈവം ആകെപ്പാട് എല്ലാ സകല കൽപ്പനയും കൂടെ കൊണ്ടുവന്ന് ഒറ്റ 2 കൽപ്പനയിൽ ഒതുക്കി വെച്ചു. ഈ 2 കൽപ്പന ശരിക്കും കൽപ്പനയായിട്ടൊന്ന് പ്രമാണിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് അത് കൽപ്പനയായിട്ട് തന്നെ ഏറ്റെടുത്ത് ആദ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നീ സ്നേഹിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തേത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇത് രണ്ടിലും കൂടെ കൊണ്ടത് സകല കൽപ്പന ഒതുക്കി കാരണം വെച്ച് കഴിഞ്ഞാല് ഈ സ്നേഹം ഉണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 13 പറഞ്ഞേക്കുന്ന പോലെ സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, സകലതും സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല. നമ്മുടെ പരിശുദ്ധാത്മ ഫലത്തിനകത്ത് ആദ്യ ഫലം സ്നേഹമാണ്. ഈ സ്നേഹത്തെ ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദീർഘക്ഷമയുണ്ട്, ഭയമുണ്ട്, പരോപകാരമുണ്ട്, ഇന്ദ്രിയജയുണ്ട്. ഇതിനെല്ലാം ബൈ പ്രോഡക്ട്സ് ആയിട്ടാണ് അടുത്ത ബാക്കിയുള്ള ഫലം വന്നേക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. സ്നേഹം ശരിക്കും യഥാർത്ഥം ഒരു സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ, അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ കഴിയും. കർത്താവ് പറയുന്നുണ്ട്, പിന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. കാരണം കർത്താവ് നമ്മളെ സ്നേഹിച്ചത് നമ്മളിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിച്ചല്ല സ്നേഹിച്ചത്. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചപ്പോഴല്ല നമ്മളെ സ്നേഹിച്ചത്. ഇത് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ അഭക്തരായിരിക്കുമ്പോഴും, നമ്മൾ കുരിശിന് ശത്രുക്കളായിരിക്കുമ്പോഴും അന്നും ദൈവം നമ്മളെ സ്നേഹിച്ചതാണ്. അതുപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. നമ്മളൊക്കെ അങ്ങനെ ഒന്ന് എത്തിയിട്ടില്ല. ഞാൻ എത്തിയിട്ടില്ല കേട്ടോ. എൻ്റെ കാര്യം എനിക്കറിയാം, ബാക്കിയുള്ളവരെ എനിക്കറിയത്തില്ല. ബാക്കിയുള്ളവരൊക്കെ അതുപോലെ ദൈവത്തെ കർത്താവ് യേശുവിനെ പോലെ എത്തിയോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കറിയാം, എന്നോട് ഇങ്ങോട്ട് ആരെയും ചിരിച്ച് മോന്ത ഉറപ്പിച്ച് കാണിച്ചാൽ എനിക്ക് അവർ നോക്കി ചിരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെന്നിട്ട് നമ്മളോട് കാണുമ്പോൾ മോൻ തിരിച്ച് പോകുന്ന ആൾക്കാരെ തുളയൊക്കെ ഇടാനും സ്നേഹത്തോടെ സംസാരിക്കാനൊക്കെ എനിക്ക് കഴിയത്തില്ല. കാരണം ഞാനെപ്പോഴും അത്ര ആയിട്ടില്ല. ഞാൻ പറയാം, അത് വലിയ ഗുണമായിട്ടല്ല ഞാൻ പറയാം, എൻ്റെ ഒരു പോരായ്മയായിട്ടാണ് പറയുന്നത്. കാരണം അതുപോലെ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആരോടൊരു ബുദ്ധിമുട്ടോ വിഷമോ സങ്കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുഖത്ത് കൃത്യമായിട്ട് പ്രതിഫലിച്ച് കാണും. അല്ലാതെ അവരെ കാണുമ്പോൾ എനിക്ക് ചിരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയാ, അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ശത്രുവിനെ സ്നേഹിക്കുക, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനുഷ്യരിൽ ആരും ശത്രുക്കളെ വെക്കാൻ പാടില്ലെന്ന് പോലും പറഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ പോലും പലരോടും ക്ഷമിച്ചു, പുറത്തു എന്നൊക്കെ പറയുമ്പോഴും അവരെ കാണുമ്പോൾ അവരുടെ പേര് കേൾക്കുമ്പം ഒക്കെ നമ്മുടെ മുഖഭാവം മാറുന്നെങ്കിൽ നമ്മൾ ക്ഷമിച്ചിട്ടുമില്ല, പുറത്തിട്ടുമില്ല എന്ന് നമുക്ക് മനസ്സിലാകാം. ഇതൊക്കെ ഇന്നും നമ്മളിലേക്ക് ഇരിക്കുന്നുണ്ട്, എന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും ആ കാര്യത്തിലൊക്കെ ഭയങ്കര പരാജയം, പിന്നെയും ശ്രമിക്കും, പിന്നെയും പരാജയപ്പെടും, പിന്നെയും ശ്രമിക്കും, പിന്നെയും പരാജയപ്പെടും. പക്ഷെ എന്നാലും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം എല്ലാവരോടും നമ്മളെ ഉപദ്രവിക്കുന്നവരോടും, നമ്മളെ ദോഷം പറയുന്നവരോടും, നമ്മളെ ഗോസിപ്പ് ചെയ്യുന്നവരോടും നമ്മളെ എന്താ പറയാ, ഒരു കാരണവുമില്ലാതെ പകയ്ക്കുന്നവരോടും ഒക്കെ സ്നേഹത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് കൃപ നമ്മുടെ മേൽ വരാൻ വേണ്ടിയിട്ട് ദൈവം അവിടെ പറയുന്ന അങ്ങനെ തന്നെയാണ്. എൻ്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ ഈ ന്യായപ്രമാണ പുസ്തകത്തിലൂടെ നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്. അതിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെയൊക്കെയും പ്രമാണിച്ച് നടക്കണം. നീ രാവും പകലും ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കും. ഹല്ലേലൂയ. അപ്പം ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതൊക്കെ വിട്ടിടത്തോട്ടോ വലത്തോട്ടോ പോകരുത്, അതിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. നീ രാവും പകൽ എന്താ വെച്ചാൽ അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ രാവും പകലും നമ്മൾ ഉറങ്ങുമ്പോഴും, ഞാൻ പറയാറുണ്ട് പലപ്പോഴും, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇന്നലെ എന്നോട് ഒരു സിസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മിനി സിസ്റ്ററെ ഞാൻ കിടന്ന് ഉറങ്ങിയപ്പം മിനി സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇങ്ങനെ കാതി കേൾക്കുന്നുണ്ടായിരുന്നു.
കേട്ടിട്ട് ഹലോ ഞാൻ എഴുന്നേറ്റത് അങ്ങനെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ബിജി സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞല്ലേ പ്രാർത്ഥിക്കുന്നത്. കാരണം ആ ദൈവം എനിക്ക് മനസ്സിലായി. കാരണം ഇത് നമ്മൾ പലപ്പോഴും നമുക്ക് തോന്നലൊന്നുമല്ല. ദൈവം നമ്മളെ കേൾപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നമ്മളുടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണെങ്കിലും ദൈവം നമ്മളോട് സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് കേൾപ്പിക്കും. അത് പലപ്പോഴും ഉറക്കത്തിൽ ഇത് കേൾക്കാറുണ്ട്. അങ്ങനെ ഉറക്കത്തിൽ, അപ്പൊ അത് രാവും പകലും. അപ്പൊ നമ്മുടെ ഉള്ളില് ഉറക്കത്തിലാണെങ്കിലും ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മ ശബ്ദം കേൾക്കണം. നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കണം. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന എത്രയുണ്ട് കൂട്ടത്തില്? ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിന് പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ. ആത്മാവ് പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ ബുദ്ധിയിലും ഇതിലൊന്നും അല്ല നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നത്. ഉറങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മൾ ഉറങ്ങുമ്പോൾ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. ഉറങ്ങുമ്പോൾ എൻ്റെ നമ്മുടെ അകത്ത മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കാത് ഞാൻ കേൾക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ വെച്ചാൽ പറ്റും. ഉറങ്ങുമ്പോഴും ഹല്ലേലൂയ. അതാ പറയും രാവും പകലും. രാത്രിയിലെ ഇതിപ്പോ നമ്മൾ ഉണർന്നിരിക്കുക നമ്മൾ പ്രാർത്ഥന. പക്ഷെ നമ്മൾ ഉണർന്നിരിക്കുക മാത്രമല്ല, നമ്മൾ ഉറങ്ങിക്കിടക്കുക. നമ്മുടെ ജഡം ശരീരം ഉറങ്ങുമ്പോഴും നമ്മുടെ ആത്മാവ് ഉണർന്നിരിക്കും. അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മൾ അത് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് കേൾക്കാൻ പറ്റും. അത് നമ്മൾ ട്രെയിൻ ചെയ്യണം. ഇവിടെ പറയുന്നത് നിന്റെ വായിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെ പ്രമാണത്തിന് നീ രാവും പോലെ ധ്യാനിച്ചുകൊണ്ട്. അപ്പൊ നമ്മുടെ വചനം എപ്പോഴും നമ്മുടെ ഉള്ളിൽ, രാത്രിയാണെങ്കിലും പകലാണ് നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാകണം. ഏത് പാതിരാത്രിക്ക് വിളിച്ചു ചോദിച്ചു പണ്ടൊക്കെ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ടീച്ചർമാരൊക്കെ പറയാറുണ്ട് ഹല്ലേലൂയ ഇത് പഠിച്ചു വെച്ചോണം. ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഇത് പറയണം എന്ന് പറയും. അതുപോലെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് എങ്ങനെ നമ്മൾ അതിനെ ജയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും പ്രോമിസ് പറയുന്നത് കേട്ടല്ല നമ്മൾ ജയിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലെ വചനം തന്നെ നമ്മളോട് സംസാരിക്കണം. ഞാൻ പറയാറില്ല, എന്നോട് ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്ന ശേഷം ദൈവം ഇടപെട്ട ഒരു വചനമാണ്. ഇന്നും എൻ്റെ പ്രതിസന്ധിയിൽ അതാ പൊങ്ങി വരുന്നത്. നിന്റെ തലയിൽ എത്ര മുടിയുണ്ടോ നീ അറിയുന്നില്ല, അതിനൊന്ന് താഴെ വീണ് ഞാൻ അറിയാതെ വീഴത്തെ. ഈ വചനം ഇങ്ങനെ ഞാൻ എൻ്റെ വിഷമത്തെ വന്നിങ്ങനെ ഇരിക്കുമ്പോഴും കർത്താവ് ഈ വചനം ഇങ്ങനെ ഉള്ളിൽ നിന്ന് പൊങ്ങുകയാണ്. അപ്പൊ അയ്യോ കർത്താവേ, മുടി എണ്ണ ദൈവത്തിന് പിന്നെ എൻ്റെ ഈ കാര്യം അറിയത്തില്ല, ഇത് ദൈവം അറിഞ്ഞിട്ടല്ലേ, അപ്പൊ പോട്ടെ. നമ്മൾ ഭയങ്കര നിസ്സാരമായിട്ട് നമ്മുടെ വലിയ പ്രശ്നങ്ങളെയും തള്ളിക്കളയും. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരും. ഇത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരേണ്ട. ഇവിടെ പറയുന്ന നീ രാവും പോലെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ നിന്റെ പ്രവൃത്തി. അപ്പൊ നമുക്ക് രാവും പകലും ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ട്. അത് ധ്യാനിച്ചാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഞാൻ പറയാം, ഒരു പ്രശ്നം വന്നാ നമ്മൾ ടെൻഷനൊക്കെ അടിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? അന്നത്തെ ദിവസം ഒരു കറി വെച്ചാൽ പോലും ശരിയാകും. ശരിയല്ലേ? ടെൻഷനൊക്കെ ഒരു വിഷയം നമുക്ക് ടെൻഷനാന്നിരുന്നോട്ടെ, ഭയങ്കര ടെൻഷനിലിരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഇവിടെ നമ്മുടെ സഹോദരിമാരാണ്ട് ഞാൻ പറയാം, അന്ന് കറി വെച്ചപ്പോൾ ശരിയാകത്തില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂടി കുറഞ്ഞൊക്കെ ചെയ്യും. കാരണം എന്താ വെച്ചാൽ മൈൻഡ് നമുക്ക് കോൺസെൻട്രേറ്റ് ആയി നിൽക്കത്തില്ല ഒരു കാര്യം ചെയ്യാനായിട്ട്. എന്ത് ചെയ്താലും അബദ്ധമായിരിക്കും അന്നേരം. പക്ഷേ അവിടെ ഇതിനെ നമുക്ക് ജയിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധി അങ്ങോട്ട് വരുമ്പോഴത്തേന് അതിനെക്കുറിച്ച് ആലോചിച്ച് പോകാതെ പെട്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വചനം പൊങ്ങി വരികയാണെങ്കിൽ ഹല്ലേലൂയ, ഈ വചനം നമ്മളോട് സംസാരിക്കാം. ഈ പ്രതിസന്ധി എങ്ങോട്ടോ പോകും, ഈ പ്രതികൂലം എങ്ങോട്ടോ വെച്ചാൽ സംഭവം മാറിയ വെച്ചാൽ മാറിയിട്ടുണ്ടാവില്ല. പ്രതിസന്ധി എപ്പോഴും അപ്പോൾ നമ്മുടെ മുമ്പിലെ വിഷയം എപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ടാവും. പക്ഷെ വിഷയത്തെ നമ്മൾ കാണത്തില്ല, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ കാണത്തുള്ളൂ. വിഷയത്തെ നമ്മൾ കേൾക്കത്തില്ല. ദൈവം എന്താ നമ്മളോട് അതേ നമ്മൾ കേൾക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിഷയം മാറുന്ന വിഷയം അതുപോലെ നിന്നാൽ പോലും നമ്മൾ ഭയങ്കര സ്വസ്ഥമായിരിക്കും. നമ്മൾ കൂളായിരിക്കും. അതാ നമുക്ക് ദൈവത്തിന് വേണ്ടത്. പിശാച് എപ്പോഴും നോക്കുന്നത് നമ്മുടെ വിഷയം കൊണ്ട് മുമ്പ് വെച്ചിട്ട് വിഷയത്തെ അതാക്കാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിക്കുന്നത് നമ്മളെ എങ്ങനെയും ഒന്ന് പാനിക് ആക്കുക. നമ്മളെപ്പോഴും അസ്വസ്ഥരാക്കി, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ടെൻഷനാക്കി നമ്മുടെ പ്രാർത്ഥനയും വചനധ്യാനം ഒക്കെ മുടക്കാൻ വേണ്ടിയിട്ട് അവൻ നോക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അവൻ അതാ വേണ്ട. പക്ഷെ നമ്മൾ അതിലേക്ക് വീണ പോലെ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അവൻ തന്ത്രം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അന്തോനീസിന്റെ അടുത്ത് പോകുന്നതിന്
പിശാചിനുള്ള പ്രശ്നമാണോ വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. മറിയടുത്ത് മാതാവിൻ്റെ അടുത്ത് വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ശബരിമല പോയ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഹാലേലിയ. പക്ഷേല് ഹാലേലിയ ഒരു പെന്തക്കോസ്ത് പ്രാർത്ഥനയ്ക്ക് പോകുന്ന പറഞ്ഞാൽ ഒരു പ്രശ്നമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ പോലും എന്താ വിഷയങ്ങള്? ഓ, കൈകൊട്ടാൻ പോവാണ്, കാരണം രാവിലെ അങ്ങ് ഇറങ്ങിക്കോളും ഒരു പുസ്തകം എടുത്തോണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ പ്രശ്നം എന്താ? അല്ലെങ്കിൽ ഇതൊക്കെ പോകട്ടെ, എനിക്ക് നാളെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞാൽ എത്ര പേര് നോ പറയുന്നുണ്ടാവും? ഒരു വിഷയമില്ല. ഹാലേലൂയ. ആമേ. അവിടെ ഒരു ഉത്സവം കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അതിനൊരു വിഷയമില്ല. പള്ളിപ്പെരുന്നാൾ ഒരു വിഷയമില്ല. ഹാലേലൂയ. കാരണം വെച്ചാൽ ഇതിലൊന്നും വിഷയങ്ങളില്ല. പക്ഷേ പെന്തക്കോസ്ത് പ്രാർത്ഥന വിഷയമാണ്. കാരണം വെച്ചാൽ അത് സത്യ ദൈവത്തോട് ഹാലേലൂയ അടുക്കാനായിട്ട്, ദൈവത്തെ ആരാധിക്കാനായിട്ട്, ഹാലേലൂയ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നവർ കൂടുന്നിടത്തേക്ക് പോകാനായിട്ട് വിടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഹാലേലൂയ. ഇവിടെ പ്രതികൂലം വരുത്തുള്ളൂ, ഇവിടെ പ്രതിസന്ധി വരുത്തുള്ളൂ. ഹാലേലൂയ. മറ്റെവിടെ പോന്ന് പറഞ്ഞാലും അല്ല, ആൾക്കാർക്ക് അതൊരു പ്രതികൂല പ്രതിസന്ധി അല്ല. ഹാലലി ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. ഹാല അതുകൊണ്ട് നീ ധ്യാനിച്ച് ഇത് രാവ് പോലെ നീ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ, ഹാലലി ഇവിടെ പറയുന്ന കണക്ക് ഹാല പ്രമാണിച്ച് നടന്നാൽ, അതിൽ എഴുതിയിരിക്കുന്ന ഒക്കെ പോലെ നീ പ്രമാണിച്ച് നടക്കുക, നീ രാവും പോലെ ധ്യാനിച്ചുകൊണ്ടിരിക്കും, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ഹാല നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. അപ്പം ദൈവം നമ്മളോട് പോകുന്നിടത്തൊക്കെ നമ്മുടെ കൂടെയുണ്ട്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞേക്കുന്നത് എന്താ? ഞാൻ നിങ്ങളോട് കൂടെ ആലയ വരും. എന്നിട്ട് ഈ അത്ഭുതങ്ങളെയും അടയാളങ്ങളും വചനത്തെ ഉറപ്പിക്കുക. ആരാ? ദൈവം നമ്മളുടെ കൂടെ. അതുപോലെ ഇവിടെയും പറഞ്ഞേക്കുന്നത് എന്താ? ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഹാലല്ലേ. അവിടെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യമാണ്. അപ്പൊ നമുക്ക് പോകുന്നിടത്തൊക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പും ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഹാലലിയ. എന്നിട്ട് ഭയപ്പെടാതെ ഭ്രമിക്കുകയരുത് എന്ന് നിന്നോട് കൽപ്പിച്ചു. അപ്പം നമുക്ക് ഭയവും ഭ്രമവും അല്ല വേണ്ടുന്നത്, ധൈര്യം വേണ്ടുന്നത്. കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ട്. ഹാലേലി. അത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഹാലേലി. നമ്മൾ അത് വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ ഉറപ്പും ധൈര്യമുള്ള ഭയത്തോടെ ആയിരിക്കരുത് പോകേണ്ട. നമ്മൾ ഹാലേലി നമ്മൾ വായിച്ച വചനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. അല്ലെങ്കിൽ ഇനി ശലോമോൻ ഇതൊക്കെ അനുസരിച്ചോ ഇല്ലെന്നുള്ളത് ഇതിന് മുമ്പോട്ടുള്ള വചനങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഹാലേലിയ. കാരണം ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് എഴുതിയേക്കുന്ന എത്ര ആട്, എത്ര കുതിര ഉണ്ടായിരുന്നെന്നും, ഹാലേലിയ എത്ര സ്വർണം ഉണ്ടായിരുന്നതും, എത്ര ഇതെല്ലാം ഉണ്ടായ സമ്പത്തൊക്കെ ഉണ്ടായിരുന്നെല്ലാം, എത്ര ഭാര്യമാരുണ്ടായിരുന്നെല്ലാം അത് എഴുതിയിട്ടുണ്ട്. മുൻപോട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ശലോമോനോട് പറഞ്ഞ കാര്യങ്ങളും ദൈവയുടെ ഉപദേശം കൊടുത്ത് ഹാലേലിയ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ന്യായപ്രമാണ പുസ്തകം കൊടുത്തിട്ടാണ് ദാവീദ് മരിക്കുന്നത്. ദാവീദ് അപ്പൊ ചെയ്യാനുള്ള കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു. പക്ഷേങ്കിൽ മകൻ അത് പാലിച്ച ഇല്ല എന്നുള്ളത് ദാവീദിന്റെ കുഴപ്പമല്ല, അത് മകന്റെ കുഴപ്പമാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഉൽപ്പത്തി തുടങ്ങി നമ്മൾ കാണുന്ന എന്താ പറയാ, തിരഞ്ഞെടുക്കാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നേക്കുന്നു. അവിടെ നന്മ തിന്മകളെ തിരിച്ചറിയേണ്ടതിന് അവരെന്താ പറയാ, ആ വൃക്ഷത്തിന്റെ ഫലം അവർ കഴിച്ചു. അവർക്ക് ഒരിക്കലും നന്മയെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല. കാരണം അവര് നന്മയിലായിരുന്നു, ദൈവത്തിന്റെ കൂടെ മഹത്വത്തിലായിരുന്നു. പക്ഷെ അവര് അത് കഴിച്ചപ്പോ അവർ തിരിച്ചറിഞ്ഞ കാര്യം തിന്മയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്തിൽ ആ ഗ്ലോറിയിൽ അവർ വസിക്കുമ്പം ദൈവത്തിന്റെ കൂടെ വസിക്കുക. ദൈവം എല്ലാ ദിവസവും അവരുടെ കൂടെ വന്ന് നടക്കുക. അപ്പൊ നന്മ എന്താന്ന് അവരാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരെ ഒരു കാര്യമാണ് പിശാച് വന്ന് അവർ ഉള്ളിലേക്ക് ഓതി കൊടുത്ത് തിന്മയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിച്ചുമ്പോൾ അവരുടെ ജീവിതത്തിൽ പിന്നെ വന്ന കാര്യങ്ങളെല്ലാം എന്താ പറയാ, തിന്മയാ കയറിയത്. മനസ്സിലാകുന്നുണ്ടോ? ആദ്യമായി ചെയ്ത കാര്യം അത് കഴിച്ചുകൊണ്ട് എന്താ വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തോട് കൂടെ ആയിരുന്നവർ പെട്ടെന്ന് പോയി മറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തിന്മ വന്നത് കൊണ്ടാണ് അവര് പ്രവൃത്തി ചെയ്യുന്നത്. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന ദൈവം ആഗ്രഹിക്കുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് മാറി ഒളിച്ചിരിക്കുന്ന കാണുന്നത്. ഹാലേലൂയ. അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. മനുഷ്യന് ചോയ്സ് തിരഞ്ഞെടുക്കാൻ, നിനക്ക് എന്ത് തിരഞ്ഞെടുക്കണം? നല്ലത് വേണോ ചീത്ത വേണോ? നീ പ്രാർത്ഥിക്കണോ? നീ വചനം വായിക്കണോ? നീ ആത്മാവ് ആരാധിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിക്കണോ? അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ പറയുന്ന കേട്ടനുസരിക്കണോ? അത് അനുസരിച്ച് നടക്കണം. ഇതൊക്കെ തീരുമാനിക്കാനുള്ള ചോയ്സ് ആർക്കാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും, നമുക്ക് ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം അധികാരം. ദൈവം അതിനകത്ത് കയറി കൈയടത്തത്തോ സ്റ്റോപ്പ് ചെയ്യത്തോ ഒന്നുമില്ല.
ഞാൻ ചില സമയത്തൊക്കെ പറയും, കർത്താവേ, ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരണേ, നമ്മൾ കർത്താവേ ഇതിന്റെ നന്മ തിന്മകളൊന്നും എനിക്ക് അറിയത്തില്ല, അല്ല ഇത് തിന്മയാണെങ്കിൽ ദൈവമേ അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കണേ എന്നൊരു മുൻകൂർ ജാമ്യം കിടക്കും ഞാൻ എപ്പോഴും ആരെയും. കാരണം എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരെങ്കിൽ ദൈവം അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കണേ എന്ന് പറയും. ഹല്ലേലൂയ. കർത്താവ് ചില സമയങ്ങളിൽ സ്റ്റോപ്പ് ചെയ്യത്തൊന്നുമില്ല കേട്ടോ, നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു നൽകരുത്. നമ്മളോട് ദൈവം അതിന് വേണ്ട അടയാളങ്ങളൊക്കെ തരും. അല്ല ദൈവം നമുക്ക് ഹല്ലേലൂയ പല കാര്യങ്ങളും പറഞ്ഞു തരും, അല്ലെ പലരിലൂടെ ഉപദേശിച്ചു തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവം തന്നെ നമ്മളോട് ഇടപെടും. അല്ലെ എന്നിട്ട് നമ്മളത് പോയി ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലെ നമ്മൾ ദൈവസേന, പക്ഷേ ഞാൻ പറയാം എൻ്റെ കർത്താവിന് വലിയൊരു ഗുണമുണ്ടെന്ന് വെച്ചാൽ ദൈവസേന നമ്മൾ അല്ലെ കർത്താവ് അപ്പ പറ്റിപ്പോയി, ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല കേട്ടോ, ഞാൻ ഇനി ഒരു കാര്യം ഇങ്ങനെ ചെയ്യത്തില്ല, ഇതെനിക്ക് ഇപ്പം പറ്റി, എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഹാലയിലെ ദൈവസേനയിലേക്ക് നെടുമ്പാടെന്ന് വീണ് കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് സോൾവ് ചെയ്തും തരും. ഹാലയിലെ കാരണം വെച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയാണ്. അല്ല ഇവിടെ ദാവീദ് കൃത്യമായിട്ട് ദാവീദിന്റെ മകനായ ശലോമോന് ഹല്ലേലൂയ സകല ഉപദേശങ്ങൾ കൊടുത്ത് ന്യായപ്രമാണ പുസ്തകവും കൊടുത്തിട്ടാണ് മരിക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ അവൻ നമുക്ക് മുൻപോട്ട് അറിയാം ശലോമോൻ അതൊക്കെ പാലിച്ചൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ അവൻ ദൈവം കൃത്യമായിട്ട് രാജാവ് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റിപ്പോയിരുന്നു. ഹല്ലേലൂയ ആമേ അവിടെയൊക്കെ അതുകൊണ്ട് വരുന്ന തലമുറയെ പിന്നീട് വന്ന തലമുറയൊക്കെ ഹല്ലേലൂയ ഒരു ആമേ ഈ വിഗ്രഹം അതെല്ലാം കൊണ്ടുവന്ന് ഹല്ലേലൂയ ഇതിനെല്ലാം ആമേ ഫോളോ ചെയ്യേണ്ടി വന്ന് അങ്ങനെ അവർ ശാപത്തിന് കീഴായി മാറി. എങ്കിലും ദാവീദിനോട് പറഞ്ഞ ദൈവം ചെയ്ത ഉടമ്പടി ഓർത്ത്, അതുകൊണ്ട് ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഒരാള് ദൈവസനം സത്യസന്ധമായി നീതിയോടെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നമ്മൾ ദൈവസനം നിൽക്കുമെങ്കിൽ നമ്മുടെ തലമുറ അതിന്റെ പേരിലെങ്കിലും നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നമ്മൾ ദൈവസേനയിൽ കൊടുക്കുന്ന സമയം നമ്മൾ ദൈവസേന ഇരിക്കുന്ന സമയം വേർതിരിക്കപ്പെടുന്നത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവരാജ്യത്തിന്റെ സത്യസന്ധമായി എന്താ പറയാ ഉദ്ദേശശുദ്ധിയോടുകൂടി എനിക്ക് വലിയ ആളാകണം, ഞാൻ വലിയ സംഭവമാണ്, എനിക്ക് വലിയ അഹങ്കാരം നഗളത്തോട് അല്ലെങ്കിൽ എന്നെ വല്ലൊരു എല്ലാവരും മുമ്പ് വലിയ ഇതാകണേ അങ്ങനെ ഉദ്ദേശത്തോടൊന്നും ആയിരിക്കില്ല. നിഷ്കളങ്ക മനോഭാവത്തോടു കൂടി ദൈവസന്നിധി അഹങ്കാരമില്ലാതെ നെഗളമില്ലാതെ നമ്മൾ പ്രതിഭ സ്വസ്നേഹം ദിവ്യാഗ്രഹം ഒന്നും കയറാതെ ദൈവസന്നിധി സത്യസന്ധമായി നമുക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും നമുക്ക് സാധിക്കും. ഞാൻ പറയാം നമ്മുടെ തലമുറ ഒന്നും നശിച്ചു പോകത്തില്ല, അവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒത്തിരി ബാങ്ക് ബാലൻസും ഒത്തിരി എസ്റ്റേറ്റും ഒന്നും വാങ്ങിച്ചു കൂട്ടേണ്ട കാര്യമില്ല. നമ്മൾ ദൈവസന്നിധി സത്യസന്ധമായി ദൈവത്തെ സേവിച്ചാൽ മാത്രം മതി. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് തലമുറ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട്. അതുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് കുട്ടിവെക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്നത് തന്നെയായിരിക്കും. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.